ആർമിയിൽ നിന്ന് ഒരു ആക്സിഡന്റിൽ മുറിവ് പറ്റി ഡിസബിലിറ്റി പെൻഷനോടെ പിരിഞ്ഞ ആളാണ്. അതിനുശേഷം നാട്ടിൽ വന്ന് എനിക്ക് കൃഷിയോട് വലിയ പാഷനായിരുന്നു. അന്നാണ് ഡിസബിലിറ്റി ഒക്കെ ഉള്ള ആളുകളാണ് സർക്കാർ സർവീസിൽ കയറാമായിരുന്നു. അത് വെച്ച് എക്സ് സർവീസിന്റെ കാറ്റഗറി അതൊന്നും ചെയ്ത് നമ്മൾ കൃഷി താല്പര്യമായിട്ട് കൃഷിയിലിറങ്ങി. കൃഷി അനുബന്ധമായ ബിസിനസ്സുകളൊക്കെ നമ്മൾ ചെയ്തു. ഉണ്ടാക്കിയത് എനിക്ക് 2-3 കടയുണ്ടായിരുന്നു. ഈ ലാസ്റ്റ് 2 വർഷം മുതൽ 3 കടയുണ്ടായിരുന്നു. അഗ്രികൾച്ചർ മെഷീൻസ്, നഴ്സറി, ഓർഗാനിക് ഷോപ്പ്, 14 ഏക്കർ ഓർഗാനിക് കൃഷി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു മത്സ്യ കർഷകനായിരുന്നു. അങ്ങനെ ജീവിതം വളരെ ഭംഗിയായി മുമ്പോട്ട് പോകുന്ന സമയത്താണ് ഒരു കള്ളക്കേസ് എനിക്കെതിരെ ചാർജ് ചെയ്തത്. കള്ളക്കേസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99% ക്രിമിനൽസ് ആണ്. 99% ക്രിമിനൽസ് ആണ്. ഞാൻ കണ്ട പോലീസിൽ 99% ക്രിമിനൽസ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ ഇരിക്കെ ഒരാൾ എനിക്കെതിരെ ഒരു 25,000 രൂപ കൊട്ടേഷൻ ഉണ്ടാക്കിയതുകൊണ്ടാണ്. ഒരു വ്യക്തി പേരായി മാറും. ഒരു CI ശ്രീമോൻ എന്ന് പറഞ്ഞാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും, വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു CI ആണ്. അദ്ദേഹം കാഞ്ഞിരപ്പള്ളി CI വരുന്ന സമയത്ത് 25,000 രൂപ കൊട്ടേഷൻ എന്നെ എങ്ങനെയും ബുദ്ധിമുട്ടിപ്പിക്കുക. ഞാൻ ദിവസം വൈകുന്നേരം കടയിൽ ഇരുന്ന സമയത്ത് ഇദ്ദേഹം കടയിൽ കയറി വരുന്നു. എന്റെ വിളിക്കുന്നു, അനാവശ്യമായി ഹരാസ് ചെയ്യുന്നു. ഞാൻ പറയുന്നത് നടക്കുകയെന്ന് പറയുന്നു. പുള്ളി 2 ദിവസം കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞൊരു നോട്ടീസ് നിന്നിട്ട് പുള്ളി ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം എന്റെ വേറൊരു കടയില് ഉണ്ടാക്കിയത് 3 കട, വേറൊരു കടയില് പോലീസുകാരെ പറഞ്ഞുകൊണ്ട് അവിടെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ എന്നെ വിളിച്ച് സാറേ ഓടി വരാമെന്ന് പറഞ്ഞാൽ അവിടുത്തെ മാനേജറെ വിളിക്കുന്നു. ഞാൻ ഓടി ചെല്ലുമ്പോൾ നമ്മുടെ അവിടുത്തെ SI ശ്രീ ഇന്ദ്രരാജ് റെഡി ആയിട്ടിരിക്കുകയാണ്. പോലീസുകാർ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടിയിൽ ഇറങ്ങുന്നു. എന്നെ വലിച്ചു കയറ്റി വലിയ ഷോ ഒക്കെ കാണിച്ച് പോലീസ് കൊണ്ട് ലോക്കപ്പ് ചെയ്യുന്നു. അത്യാവശ്യം മർദ്ദനം കിട്ടി. ഇത് നടക്കുന്ന ഒരു 11:30 മണിക്കാണ് രാവിലെ. അപ്പൊ നമ്മുടെ കൂട്ടുകാരും ആൾക്കാരെല്ലാം ഓടി വരുന്നു. എന്റെ മാല പിടിച്ച് മേടിക്കുന്നു, ഫോൺ പിടിച്ചു വാങ്ങുന്നു. എന്നെ കാണാൻ ആരെയും സമ്മതിക്കുന്നില്ല. ഇപ്പം വിട്ടേക്കാന്ന് പറഞ്ഞു നിർത്തി. രാത്രി ഒരു 7:30 കൈവിലങ്ങി വെച്ച് മെഡിക്കൽ എടുത്ത് ഒരു 8:30 മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോയി എന്നെ റിമാൻഡ് ചെയ്തു. എനിക്കിതിനുള്ള ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് SIയുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി, SIയുടെ നെഞ്ചത്തെ രോഗം വലിച്ചു വരച്ചു, യൂണിഫോം വലിച്ചു കയറി, അടിച്ചു. അങ്ങനെ എന്നിട്ട് ഞാൻ ഓടി രക്ഷപ്പെട്ട എന്നെ ഉണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിലിട്ട് പിടിച്ച് ഇങ്ങനെ റിമാൻഡ് ചെയ്യും. അല്ല, അങ്ങനെയാണ് FIR എഴുതിയിരിക്കുന്നത്. ശരിക്കും സിനിമാക്കാരോട് പോലും ഞാനത് കണ്ടിട്ടില്ല. ഞാൻ ഒരു ദിവസം അന്ന് എനിക്ക് ജയിൽ പാസ്സായിരുന്നു. ഒരു ദിവസം ജാമ്യം എടുത്ത് ജയിലിൽ ഇറങ്ങി. സത്യം പറഞ്ഞാൽ രണ്ടിനെ തട്ടിക്കളയാൻ തന്നെ അറിയാം. എന്നെ ട്രെയിൻ സോൾജർ തട്ടിക്കളയാൻ തന്നെ അറിയാം. എന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഏകദേശം 10 വർഷത്തോളം ആ കേസ് ഫൈറ്റ് ചെയ്ത് എന്നെ അക്വിറ്റ് ചെയ്തു. യുവമാർക്ക് 2 പേർക്കെതിരെ ക്രിമിനൽ കേസ് ചാർജ് ചെയ്തു. ആ ക്രിമിനൽ കേസ് ഇപ്പം നടക്കുകയാണ്. അതിനിടയ്ക്ക് CI ശ്രീമോൻ അനേകം ക്രിമിനൽ കേസിൽപ്പെട്ട് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് ടെമ്പറേറ്റ് ചെയ്തു ഹൈക്കോടതി ഉത്തരവിൽപ്പെട്ട്. എങ്കിലും നമ്മുടെ പിണറായി സർക്കാർ അദ്ദേഹത്തെ കഴിഞ്ഞ വർഷം റീഇൻസ്റ്റേറ്റ് ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് ടെർമിനേറ്റ് ചെയ്ത ആളെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് അദ്ദേഹം ഇപ്പോൾ ഉടനെ സർവീസ് കഴിയാണ്. കാസർഗോഡ് പോകുന്നതാണ്, യൂറോപ്പോടെ സർവീസ് കഴിയാണ്. ക്രിമിനൽ കേസിന്റെ പ്രൊസീജിയർ അതങ്ങനെ പോകുന്നു. ഞാൻ 50 ലക്ഷം നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്. അത് അതിന്റെ വഴിക്ക് പോകുന്നു. നമ്മുടെ നാട്ടിലെ നിയമങ്ങളും കാര്യങ്ങളും അറിയില്ല, സാധാരണക്കാർക്കുള്ളതല്ല. അത് അതിന്റെ വഴിക്ക് എഴുതി പോകുന്നു. ഉദ്യോഗസ്ഥന്മാരും എല്ലാം സടപടി എണീക്കും. ഏകദേശം 8 ലക്ഷം രൂപ എനിക്ക് ഒറ്റ അക്കൗണ്ട്, പെൻഷൻ അക്കൗണ്ട്, 8 ലക്ഷം രൂപ പെൻഷൻ അക്കൗണ്ടിൽ സഹായം വന്നപ്പോഴത്തേനും പോലീസ് ചെന്ന് എന്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു, പൊട്ടിച്ചു. എനിക്കെതിരെ എന്തോ ക്രിമിനൽ കേസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നീ സൈബർ പോലീസ് തിരുവനന്തപുരത്ത് വരണമെന്ന് പറഞ്ഞു. മുണ്ടകയം പോലീസ് സ്റ്റേഷൻ ഹാജരാണെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ഇന്നലെ ഇവിടെ വന്നതാണ്. ഒരു 10-15 വർഷത്തേക്ക് ഈ നാട് നന്നാവില്ല, ഒരു കാരണവശാലും നന്നാവില്ല. ഇപ്പൊ എന്റെ വിശ്വാസം, എന്റെ അനുഭവങ്ങൾ. ഹൈക്കോടതി ഉത്തരവിന് കളക്ടറുടെ ഉത്തരവിന് പുല്ലുവില കൽപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് ഏതെങ്കിലും രാജ്യത്തുണ്ടോ? ഏതെങ്കിലും സ്റ്റേറ്റിലുണ്ടോ? കളക്ടറുടെ ഉത്തരവിന് പുല്ലുവില കൽപ്പിക്കുന്നു.